ലൈഫിൽ അത്രയും നാളുകൾക്കുള്ളിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ നിൽക്കുവാണെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും നല്ലതിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത്. ഈ ഒരു സംഭവത്തോടു കൂടി ഞാനതിൽ വിശ്വസിച്ചു. കാരണം എന്നെ ആരോ കേൾക്കുന്നുണ്ടെന്നുള്ള ഒരു ശക്തമായ വിശ്വാസം എനിക്ക് പരിപൂർണമായിട്ട് ഇപ്പോൾ ഉണ്ട്. ശേഷം ആ ഒരു കാര്യം ചെയ്തതിന് ശേഷം ഒരു മൂന്നാമത്തെ ദിവസം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, 50,000 രൂപ, 50,000 രൂപയല്ല, 52,400 രൂപ. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ലാസ്റ്റ് വീഡിയോ എല്ലാവർക്കും ഒരുപാട് റെസണേറ്റ് ചെയ്യാൻ പറ്റിയെന്നറിഞ്ഞു. സന്തോഷമുണ്ട്. ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ പേഴ്സണൽ മെസ്സേജുകളും ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു മറുപടിയായിട്ട് ഇതിനെ കാണണം. അതൊരു ബിസിനസ് നമ്പർ ആയതുകൊണ്ട് തന്നെ എനിക്കെപ്പോഴും റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരുപാട് മെസ്സേജുകൾക്ക് ഇനിയും റിപ്ലൈ ചെയ്യാനുണ്ട്. കൂടുതൽ പേരും ക്ലാസ്സിനെ കുറിച്ചൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. 7 ഡേ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് അവർ ഇപ്പോൾ ചോദിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് നമ്മളത് നടത്തിയത്. എല്ലാ മാസവും 1 വീക്ക് മാത്രമേ ഞാനത് നടത്തത്തുള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. കാരണം എനിക്ക് അതിനുള്ള സമയമേ ഉള്ളൂ. അപ്പോൾ ഈ മാസം ജൂൺ 24 തൊട്ട് 30-ാം തീയതി വരെ ആയിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് അതിലേക്ക് മെസ്സേജ് ഇട്ട് അവർ ഓട്ടോമാറ്റിക്കലി അവർ അയച്ചു വന്നോളും. ഓക്കെ, അപ്പം അതാണ് ഇപ്പോൾ പറയാനായിട്ടുള്ളത്. തൽക്കാലം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു മെസ്സേജായിട്ട് കാണുക, അതിൻ്റെ റിപ്ലൈ ആയിട്ട് കാണുക പ്ലീസ്. കാരണം എനിക്ക് അത്രത്തോളം സമയം ഒരുപാട് മെസ്സേജ് അയക്കാനുള്ളതില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പുതുതായിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് വന്ന എല്ലാവർക്കും വെൽക്കം. എല്ലാവർക്കും ഒരുപാട് സ്നേഹം, സന്തോഷം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് കഴിഞ്ഞ തവണ പറഞ്ഞതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പം എനിക്ക് അതിനുശേഷം നടന്ന ഒരു മേജർ മാനിഫെസ്റ്റേഷൻ എന്ന് പറയാം. എൻ്റെ ലൈഫിൽ എനിക്ക് ആദ്യമായിട്ടാണ് അത്രയും വലിയൊരു എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്. സോ എനിക്ക് ഒരുപാട് മറക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായല്ലോ, നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ചിന്തകളുടെ പാറ്റേൺ മാറ്റിയാൽ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മളുടെ വൈബ്രേഷൻസ് എപ്പോഴും പോസിറ്റീവായിട്ട് വെക്കാൻ വേണ്ടി നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടായ ഒരു മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. എനിക്കൊരു സമയത്ത് എൻ്റെ അക്കൗണ്ടിൽ 36 രൂപയാണ് ഉണ്ടായിരുന്നത്. അന്നത്തെ ദിവസം ഞാനിങ്ങനെ നോക്കിയപ്പം അക്കൗണ്ട് ബാലൻസ് ഇസ് 36. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാനൊരു ജോലിക്ക് പോയ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാം എന്നുള്ള രീതിയിൽ ഒരു തീരുമാനം എടുത്ത് വന്നിരുന്നൊരു സമയമാണ്. അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു 50,000 രൂപയുടെ ആവശ്യം വന്നു. അതായത് 50,000 രൂപയും കൂടെ എക്സ്ട്രാ വേണം. അതിന് ഒരു 1 വീക്ക് സമയവും ഉണ്ടായിരുന്നു. പക്ഷേ ഈ 50,000 രൂപ റൈസ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു വഴിയില്ല. ആരോടും ചോദിക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഇപ്പം നമുക്ക് റിലേറ്റീവ്സ് ഉണ്ട്, എല്ലാവരും വെറ്റ് സെലക്റ്റഡ് ആണ്, എല്ലാവരും ഉണ്ട്. പക്ഷേ ആക്ച്വലി ആ ഒരു റിലേഷനൊക്കെ നിന്ന് പോകുന്നത് തന്നെ മേ ബി നമ്മൾ അവരോടൊന്നും ഒരു ആവശ്യങ്ങളുമായിട്ട് ചെല്ലാത്തത് കൊണ്ടായിരിക്കും. ആ ഒരു രീതിയിലാണ് ആ ഒരു റിലേഷൻ ഒരു ഹെൽത്തി എന്ന് പറയാം. അത് അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അനുഭവത്തിൽ നമ്മളൊരു കാര്യത്തിനും അവരെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടായിരിക്കും അവർ വഴിയിൽ വെച്ച് കണ്ടാൽ പോലും ഒരു പരിചയഭാവം പോലും കാണിച്ചിരുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ അനുഭവം. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ്. സോ അങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ ഇങ്ങനെ റൈസ് ചെയ്യുന്നോർത്ത് ഇങ്ങനെ എൻ്റെ അടുത്ത് അമ്മ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു അത് കിട്ടും. പക്ഷേ എവിടുന്നാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞല്ലോ, ഞാൻ ആ ഒരു രീതിയിലാണ് പിന്നെ പ്രപഞ്ചത്തിനോട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. നമുക്കൊരു ക്രിയേറ്റർ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലാണ് സംസാരിച്ചു തുടങ്ങിയത്. എന്നെ അറിയുന്ന വ്യക്തി അറിയായിരിക്കും ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കെല്ലാം നല്ലതേ വരുള്ളൂ എന്നുള്ള രീതിയിൽ ഞാനങ്ങ് വിശ്വസിച്ച് മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അന്ന് രാത്രിയിൽ ഞാൻ നേരത്തെ പോലെ ഈ ഉറക്കമില്ലാത്ത രാത്രികളൊക്കെ എൻ്റെ അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു, ഉറങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇങ്ങനെ ഇതിനെക്കുറിച്ച് ആലോചിച്ചത് കൊണ്ടായിരിക്കും ഇനി എവിടുന്നാണ് എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ കിട്ടും എന്ന് എനിക്കൊരു തോന്നലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുകയാണ്, ഒരു ഇംഗ്ലീഷ് വീഡിയോ കാണുകയാണ്. അപ്പോൾ അതിനുശേഷം ആ ഒരു കാര്യം ചെയ്തതിന് ശേഷം ഒരു മൂന്നാമത്തെ ദിവസം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, 50,000 രൂപ, 50,000 രൂപയല്ല, 52,400 രൂപ എനിക്ക് കിട്ടി. എനിക്കതിനകത്ത് യാതൊരു ബാധ്യതയില്ല, ആരുമായിട്ടും ഒരു ബാധ്യതയില്ല. ഒരു ദൈവം അറിഞ്ഞ് അല്ലെങ്കിൽ ഒരു പ്രപഞ്ചം അറിഞ്ഞ് എനിക്ക് തന്ന പോലെ എനിക്ക് ആ ഒരു പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആരും ഇല്ലാത്തവർക്ക് ദൈവം ഉണ്ടാവും എന്ന് പറയുന്നത് അല്ലേ? അതിൽ ഞാൻ വിശ്വസിച്ചിട്ടില്ലായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവത്തോടു കൂടി ഞാനതിൽ വിശ്വസിച്ചു. കാരണം എന്നെ ആരോ കേൾക്കുന്നുണ്ടെന്നുള്ള ഒരു ശക്തമായ വിശ്വാസം എനിക്ക് പരിപൂർണമായിട്ട് ഇപ്പോൾ ഉണ്ട്.
ഞാൻ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും എന്നെ കേൾക്കുന്ന ഒരു ശക്തിയുണ്ട്. അതെനിക്ക് പരിപൂർണമായിട്ട് വിശ്വസിച്ച ഒരു കാര്യം കൂടിയായിരുന്നു ഇത്. ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുമ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എത്ര അനുഭവങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നമ്മളുടെ ലൈഫിൽ നടന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഭയങ്കരമായിട്ടൊരു വിശ്വാസം വരും അല്ലേ. അങ്ങനെ എൻ്റെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിച്ച ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഏത് മതത്തെ വിശ്വസിച്ചാലും ഏതൊക്കെ പ്രാർത്ഥന ചൊല്ലിയാലും ഇല്ലെങ്കിലും ഒക്കെ ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതിലേക്ക് തന്നെയാണ് എല്ലാ പ്രാർത്ഥനകളും ചെല്ലുന്നതെന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം എൻ്റെ ലൈഫിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള വൈബ്സ് എനിക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാണ്. ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെ ഹോപ്പ്ലെസ് ആണ്, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ നിൽക്കുവാണെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും നല്ലതിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ചില എനർജീസ് ഉണ്ട് എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. നാളെ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫ് ഉണ്ടാവും, ഉറപ്പാണത്. പക്ഷെ നിങ്ങൾ വിശ്വസിക്കണം, അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ലൈഫ് ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ വിശ്വസിക്കണം. ഇനി ഞാൻ അന്നത്തെ കാര്യം പറയാം. ഒരു രാത്രി ഒരു 10:45 ആ ഒരു സമയമൊക്കെയാണ്. അപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു കേട്ടോ രാത്രിയിൽ. അതൊരു മെത്തേഡ് മാനിഫെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഓൾറെഡി എനിക്ക് ആ ഒരു മെത്തേഡിനെ കുറിച്ച് അറിയാം, എങ്കിൽ പോലും ഞാൻ അത് ചെയ്ത് നോക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഏതായാലും എനിക്കിപ്പോൾ നഷ്ടപ്പെടാനൊന്നും ഇല്ല, എന്തായാലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടക്കുകയുള്ളൂ, ഒരു പേനയും ബുക്കും മാത്രം മതി, ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നു, എനർജി ക്ലിയർ ചെയ്തു, ബ്രീത്ത് ടെക്നിക്കൊക്കെ ചെയ്തതിന് ശേഷം പതിയെ എഴുതാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ആ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് 555 മെത്തേഡ് അല്ലെങ്കിൽ 5x55 മെത്തേഡ് എന്ന് പറയുന്ന കാര്യം തന്നെയായിരുന്നു. പക്ഷെ അത് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കര വിശ്വാസത്തോടു കൂടിയൊന്നും അല്ല ചെയ്തത്. സത്യം പറഞ്ഞാൽ അത് മെത്തേഡ് ഞാൻ ആദ്യം ചെയ്യുവാണ്. ആൻഡ് ഇപ്പോൾ ചില മെത്തേഡ്സ് നമ്മൾ ചെയ്തിട്ട് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഭയങ്കര വിശ്വാസം വരും അല്ലേ. ഇത് ആദ്യം ചെയ്യുമായതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് വിശ്വാസമൊന്നും അങ്ങനെ തോന്നിയില്ല. പക്ഷെ ഞാനത് ചെയ്തു. ഒരു പേനയും ബുക്കും എടുത്തു, ഞാൻ എഴുതി. ഓക്കെ, 55 തവണ ഒരു കാര്യം എഴുതി. ഇത് എഴുതി തുടങ്ങിയതിൻ്റെ 3-ാമത്തെ ദിവസം, അതായത് 2 ദിവസം ഞാൻ കംപ്ലീറ്റ്ലി എഴുതി. 3-ാമത്തെ ദിവസം എനിക്ക് ഞാൻ വിചാരിച്ച എമൗണ്ട് തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു. പക്ഷെ ഞാനത് എഴുതിയത് യാചിക്കുന്ന പോലെ എനിക്ക് തരണേ അങ്ങനെയൊന്നും പറഞ്ഞിട്ടായിരുന്നില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ക്ലെയിം ചെയ്തിട്ടാണ് എഴുതുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി നേരത്തെ തൊട്ട് പ്രപഞ്ചത്തിനോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാം എൻ്റെ നല്ലതിന് വേണ്ടിയാണ്, എനിക്കെല്ലാം കിട്ടും എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ബെഗ് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ സോഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അങ്ങനെ ആരും തരാനും ഇല്ല. പക്ഷേ എനിക്ക് കിട്ടി. 4-ാമത്തെ ദിവസം രാവിലെ ഞാൻ എല്ലാ ദിവസത്തെയും പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി റൂം ക്ലീൻ ചെയ്തു, എൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ അങ്ങനെ കടന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. അങ്ങനെയാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തത് എന്നുകൂടി പറയാം. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ വർക്ക് ചെയ്യാൻ പോയ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അവിടുന്ന് എനിക്ക് കുറച്ച് നാളത്തെ സാലറി പെൻഡിങ് ഉണ്ടായിരുന്നു. ഈ പെൻഡിങ് സാലറി എന്ന് പറയുന്നത് നമുക്ക് സാങ്ഷൻഡ് ആയി കിട്ടേണ്ടതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്കറിയാം ഞാൻ പറയുന്നത് എന്താണെന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് സ്റ്റൈപ്പൻഡ് പോലെ മന്ത്ലി കുറച്ച് പൈസ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് തരും, പക്ഷേ ബാക്കി എമൗണ്ട് നമുക്ക് സാങ്ഷൻഡ് ആയിട്ട് കിട്ടേണ്ടതാണ്. അപ്പോൾ എന്നെ ഈ വിളിച്ചതെന്ന് പറയുന്നത് എൻ്റെ കൂടെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഈ ആപ്ലിക്കേഷൻ കൊണ്ടുപോയി കൊടുത്തത്. ഞങ്ങളൊരു 6 പേരുണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ആപ്ലിക്കേഷൻ കൊണ്ടുപോയി കൊടുത്തത്. പക്ഷെ അതിൽ എൻ്റെ മാത്രമാണ് അപ്രൂവ്ഡ് ആയിട്ട് വന്നത്. അതായത് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്ത് 3 മാസത്തിന് ശേഷം എൻ്റെത് മാത്രമായിട്ട് അപ്രൂവ്ഡ് ആയിട്ട് വന്നു. അപ്പോൾ ഈ വ്യക്തി എന്നെ വിളിച്ച് എന്തിനാണെന്ന് ചോദിച്ചാൽ, നിനക്ക് അവിടെ ആരെങ്കിലും പരിചയമുണ്ടോ, നിന്റെ മാത്രം എങ്ങനെയാണ് പെട്ടെന്ന് സാങ്ഷൻ ആയത്, ഞങ്ങളെയും കൂടെ ഞങ്ങളുടെ കാര്യം കൂടി പറയുമോ എന്ന് ചോദിക്കാൻ. അതിന് വേണ്ടിയിട്ടായിരുന്നു അവരെന്നെ വിളിച്ചത്. പക്ഷേ എനിക്ക് സത്യം പറയില്ല, എനിക്ക് അവിടെ ആരെയും അറിയില്ല. അവരെക്കാളും പുതിയൊരു ഫ്രഷറാണ് ഞാൻ. അവർക്ക് കുറച്ചുകൂടി അവിടെ എക്സ്പീരിയൻസ് ഉള്ള അവിടെ ഉള്ള ആളുകളെ അറിയുന്നവരാണ്, പല പ്രാവശ്യം പോയിട്ടുള്ളത് കൊണ്ട്. 3 വർഷത്തെയൊക്കെ സാലറി പെൻഡിങ് ആയിട്ട് കിടക്കുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് ഇവരെ ആരെയും അറിയില്ല. അവിടെ ഒരു സ്റ്റാഫിനെ ഞാൻ പിന്നെ കോൺടാക്ട് ചെയ്യുക ഒന്നും ഞാൻ ചെയ്തിട്ടുമില്ല. പക്ഷേ എൻ്റെ മാത്രം അപ്രൂവ്ഡ് ആയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ അപ്രൂവ്ഡ് ആയിട്ടില്ല. അന്ന് ഞാൻ ബാലൻസ് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ അക്കൗണ്ടിലുള്ള പൈസ 36 രൂപയാണ്. അപ്പം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇല്ല, എനിക്ക് വന്നിട്ടില്ല, പൈസ വന്നിട്ടില്ല. പറഞ്ഞു പക്ഷേ ഞങ്ങളിത് അറിഞ്ഞത് നിൻ്റെ അപ്രൂവ്ഡ് ആയെന്നാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ HCA കോൺടാക്ട് ചെയ്തു. HCA കോൺടാക്ട് ചെയ്തപ്പോഴാണ് അറിയുന്നത് അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. പക്ഷെ അത് ഡയറക്റ്റ്ലി എൻ്റെ അക്കൗണ്ടിലേക്കല്ല വരുന്നത്, അവിടുത്തെ ആ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്കാണ്. എന്നിട്ട്
അവർ എനിക്ക് തന്ന സ്റ്റൈപ്പൻഡ് പിടിച്ചതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ എന്താ പറയുക, വണ്ടറായി. പക്ഷെ എത്ര എമൗണ്ട് ആണ് എന്നൊന്നും എനിക്കറിയില്ല, എത്രയാ രൂപയാ വരാനുള്ളതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എമൗണ്ടിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല. കുറച്ചൊരു പൈസ കിട്ടും എന്നുള്ളത് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. ഞാൻ ഹൈ സാലറിയിലൊന്നും അല്ല കേട്ടോ വർക്ക് ചെയ്ത് ആദ്യമേ, അതും പറയണമല്ലോ. അപ്പം ഞാൻ ഒന്നും എക്സ്പെക്റ്റ് ചെയ്തില്ല. പക്ഷേ സാലറി ക്രെഡിറ്റ് ആയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. എനിക്ക് കിട്ടിയ സാലറി എന്ന് പറയുന്നത്, എൻ്റെ ടോട്ടൽ കിട്ടി എനിക്ക് 52,400 രൂപയായിരുന്നു. എൻ്റെ ലൈഫിൽ അത്രയും നാളുകൾക്കുള്ളിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്. ഞാൻ ശരിക്കും എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു അത്ഭുതവും സന്തോഷവും ഒക്കെ തന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അവിടെ ഉണ്ടായ ആ ഒരു മാനിഫെസ്റ്റേഷൻ്റെ റീസൺസ് ആണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ആ ദിവസം പഠിച്ചു, അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു എന്നെ ആരോ കേൾക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ഞാൻ ചിന്തിക്കുന്നതും പറയുന്നതും എൻ്റെ മനസ്സൊക്കെ ഒരാൾ കാണുന്നുണ്ട് എന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. രണ്ടാമതായിട്ട്, ഞാൻ ഒരിക്കലും കരയാനോ ബെഗ്ഗിയാനോ പിന്നീട് പോയിട്ടില്ല. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വരുന്നതെന്നൊക്കെ ചോദിച്ച് വിഷമിക്കാനൊന്നും ഞാൻ പിന്നെ പോയിട്ടില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ എൻ്റെ എനർജിയെ അലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എനിക്കിതെല്ലാം കിട്ടും എന്നുള്ള ഒരു പരിപൂർണമായിട്ടുള്ള വിശ്വാസം എനിക്കുള്ളതുകൊണ്ട് തന്നെ എൻ്റെ എനർജി അലൈൻഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പിന്നീട് ആലോചിച്ച് വറി ചെയ്തിട്ടില്ല. അതായത് ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയും, ആ ഒരു ടെക്നിക്ക്. നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട, അല്ലെങ്കിൽ നമുക്ക് വളരെ അർജന്റ് ആണെന്ന് തോന്നുന്ന കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ നിരന്തരമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ടെൻഷൻസ് വരും. ആ ടെൻഷൻസ് ആണ് നമ്മൾ ഈ യൂണിവേഴ്സിലേക്ക് റിലീസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഞാൻ അത് നമുക്ക് നടക്കും എന്ന് ഉറപ്പുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് വറി ചെയ്യേണ്ട ആവശ്യം എന്താണ്, അല്ലേ? അപ്പം ഞാൻ ആ ഒരു രീതിയിൽ ആ കാര്യം വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു മാഗ്നറ്റ് പോലെ, അതായത് നമ്മളുടെ ആവശ്യങ്ങളെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ ഒരു മാഗ്നറ്റ് പോലാണ് ആ ഒരു സമയത്ത് ഞാൻ ആക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഞാൻ എഴുതിയ കാര്യം പറയാം. അതായത് 50,000 രൂപ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ എഴുതിയത്. ആ എഴുതിയതിൽ അല്ല, പക്ഷെ ആ സമയത്ത് എന്നിലേക്ക് സോഴ്സ് ഒന്നുമില്ല. നമ്മൾ ചില കാര്യങ്ങൾ എപ്പോഴെങ്കിലും ചെയ്തത് നമുക്ക് പിന്നീട് തക്ക സമയത്ത് റിസൾട്ടായിട്ട് വരും എന്നുള്ള ഒരു കാര്യം എനിക്ക് അന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ ഇമ്മീഡിയറ്റ് റിസൾട്ടിന് വേണ്ടി പിന്നെ ട്രൈ ചെയ്തിട്ടില്ല. അതായത് ഞാനൊരു കാര്യം ഇന്ന് ചെയ്ത് എനിക്ക് ഇന്ന് തന്നെ അതിന് റിസൾട്ട് കിട്ടണം എന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചിട്ടില്ല. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിൻ്റെ റിസൾട്ട് കുറച്ച് കഴിയുമ്പോഴാണെങ്കിലും നമുക്ക് കിട്ടും. ആ ഒരു വിശ്വാസവും എന്നിലേക്ക് നല്ല രീതിയിൽ ദൃഢപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ എത്ര ലോ സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത് എങ്കിലും നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഞാനും ഒരിക്കൽ അവിടെ നിന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ നമുക്ക് നമ്മുടെ എനർജിയെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളുടെ തോട്ട്സ് മാറ്റുന്നതിലൂടെ നമുക്ക് മാറ്റാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 100% പുതിയൊരു വ്യക്തിയായിട്ട് പിറ്റേ ദിവസം തൊട്ട് മാറാൻ പറ്റുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഒരു ദിവസം നിങ്ങൾ വിചാരിക്കുന്ന അതേ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. ഇപ്പോൾ നിങ്ങളെ എല്ലാവരും പറഞ്ഞേക്കാം, ഈ ഹോൾ വേൾഡ് നിങ്ങളെ കണ്ടില്ലെന്ന് വെക്കാം, പക്ഷെ നിങ്ങളെ കാണുന്ന ഒരു ആളുണ്ട്. ആ ശക്തിയെ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴാണെങ്കിലും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അറിയും. അപ്പം നിങ്ങളുടെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് നല്ലതേ വരത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴുള്ള സിറ്റുവേഷൻ ഓർത്ത് വിഷമിക്കേണ്ട, നല്ല കാര്യങ്ങൾ ലൈഫിലേക്ക് വരും. ഇപ്പോൾ ഈ 55x5 മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, 5 ദിവസം 55 തവണ ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു മെത്തേഡാണ്. അപ്പോൾ അത് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ള രീതിയിൽ വാചകം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. സമയമൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ നൈറ്റാണ് എഴുതിയത്. ഞാൻ 2 ദിവസം എഴുതി, 3ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് എനിക്കത് മാനിഫെസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ലൈഫിലും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്കും ആ ഒരു ഉറപ്പ് വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.